പരിശുദ്ധനും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ നമ്മുടെ ദൈവത്തിന്റെ നാമം രാത്രിയിൽ ബോധപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ദൈവവചന പഠനത്തിൽ പങ്കാളികളാകുന്ന കർത്താവിന്റെ ദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവമക്കളെയും സ്നേഹത്തോടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും ദൈവപാദങ്ങളിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ. പലയിടങ്ങളിലും അനേകർ ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിയുന്നു. കർത്താവ് ആ കുടുംബങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒരുമിച്ച് വീണ്ടും തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് ശേഷം കർത്താവായ യേശുവിന്റെ വരവും സഭയുടെ എടുക്കപ്പെടലുമായുള്ള ബന്ധത്തിൽ നാം അല്പസമയം ചെലവഴിക്കുകയായിരുന്നല്ലോ. അതിൽ ഇപ്പോൾ നാം ആയിരിക്കുന്നത് കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന് 2 പതനങ്ങൾ അല്ലെങ്കിൽ 2 മുഖങ്ങൾ, 2 വശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവ തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇപ്പോൾ നാം നടത്തുന്നത്. Now we are at the comparison of the 2 facets of the coming of the Lord. സഭയ്ക്ക് വേണ്ടിയും സഭയോട് കൂടെയും കർത്താവ് വരുന്ന 2 പതനങ്ങൾ, 2 facets, 2 parts. 7 വർഷത്തെ ഇടവേളയിൽ ഉള്ള ക്രിസ്തുവിന്റെ മടങ്ങിവരവിൻ 2 മുഖങ്ങൾ. ഒന്നിനെ രഹസ്യവരവെന്നും മറ്റേതിനെ പരസ്യവരവെന്നും പൊതുവെ വിളിക്കുന്നു. രഹസ്യവരവിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടു, എന്തല്ലെന്നും നമ്മൾ കണ്ടു. കർത്താവ് മേഘങ്ങൾ വരെ മാത്രം വന്ന് നമ്മെ കൊണ്ടുപോകുന്ന, സഭയെ എടുക്കുന്ന വരവായതുകൊണ്ടാണ് ലോകത്തിന് ആ കർത്താവിന്റെ വരവിനെ കാണുവാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അതിനെ രഹസ്യവരവ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ബൈബിളിൽ രഹസ്യവരവ് എന്ന ഒരു പേരൊന്നുമില്ല. എന്നാൽ ഒരു പഠന എന്ന നിലയിൽ വേദ പഠിതാക്കൾ അങ്ങനെ അതിനെ സംബോധന ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ രഹസ്യവരവെന്നോ പരസ്യവരവെന്നും വിളിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വിളിക്കണ്ട എന്ന് മാത്രം. എന്നാൽ നമ്മൾ കണ്ടു, കർത്താവിന്റെ വരവിന്റെ ഈ 2 മുഖങ്ങളും തേജസ്സിൽ തന്നെയാണ്. കാരണം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം ക്രിസ്തു മഹത്വത്തിലാണ്. ജഡമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ മാത്രമാണ് ക്രിസ്തു തന്റെ മഹത്വം ഉരിഞ്ഞു വെച്ചത്. ഇനിയും കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തന്റെ മഹത്വം ഒന്നും ഉരിഞ്ഞു വെച്ചിട്ടല്ലായിരിക്കും വരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ മടങ്ങിവരവ്, അതിൻ്റെ 2 ഭാഗങ്ങളിലും ക്രിസ്തു വരുന്നത് തേജസ്സോടുകൂടെ തന്നെയാണ്. രഹസ്യവരവെന്നും 2ാമത്തെ വരവിനെ തേജസ്സിന്റെ പ്രത്യക്ഷതയെന്നും വിളിക്കുന്നത് കൊണ്ട് ചിലർക്ക് അതിലും അതൃപ്തിയും വിയോജിപ്പുമുണ്ട്. അപ്പോഴെന്താ, യേശു തേജസ്സോടെ അല്ലേ ആദ്യം വരുന്നത്? അതെ, തേജസ്സോടുകൂടെ തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പോൾ ക്രിസ്തു ആയിരിക്കുന്നതും തേജസ്സിലാണ്. അതുകൊണ്ടാണ്
തേജസ്കരിക്കപ്പെട്ട യേശു എന്ന് നാം കർത്താവിനെ വിളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മൊത്തം അനുഭവത്തിൽ, അവസ്ഥയിൽ, ഭൂമിയിൽ വന്ന ആ 33 വർഷത്തോളം മാത്രമേ ക്രിസ്തു തന്റെ മഹത്വത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചുള്ളൂ. മറ്റെല്ലാ സമയത്തും, ക്രിസ്തുവിന്റെ ജഡധാരണത്തിന് മുമ്പും ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും എക്കാലവും യേശുക്രിസ്തു തൻ്റെ അഗമ്യമായ മഹത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് യേശു സഭയെ ചേർക്കുവാൻ മണവാളനായി ആകാശമേഘങ്ങളിൽ വരുമ്പോഴും സഭയോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴും യേശുക്രിസ്തു തേജസ്സിൽ തന്നെ ആയിരിക്കും. തേജസ്സിൽ തന്നെ ആയിരിക്കും. ആ തേജസ്സിൽ ആയതുകൊണ്ടാണ് പൗലോസ് യേശുവിനെ വിളിക്കുന്നത് തേജസ്സിന്റെ കർത്താവ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പൗലോസ് വിളിക്കുന്നത് ദ ലോർഡ് ഓഫ് ഗ്ലോറി. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു, തേജസ്സിന്റെ കർത്താവ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചോളൂ. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. സ്തോത്രം. ഇംഗ്ലീഷിൽ ലോർഡ് ഓഫ് ഗ്ലോറി എന്നാണ് കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിലും കൂടെ വായിച്ചോളൂ ആ വാക്യം. Which none of the princes of this world knew, for had they known it, they would not have crucified the Lord of glory. Yes, the Lord of glory. The Lord of glory. തേജസ്സിന്റെ കർത്താവ്. അനാദി മുതലേ നമ്മുടെ കർത്താവ് തേജസ്സിൽ ആയിരുന്നു. സ്വർഗാരോഹണ ശേഷവും കർത്താവിന് മുമ്പ് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് അവൻ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവൻ തേജസ് ഉള്ളവനായിരുന്നത് കൊണ്ട് തേജസ്സിന്റെ കർത്താവ് എന്ന് യേശുവിനെ വിളിക്കുന്നു. കൂടാതെ നമുക്ക് തേജസ് നൽകുന്നവനും അവനായതുകൊണ്ട് അങ്ങനെയും അവൻ തേജസ്സിന്റെ കർത്താവ് എന്ന് വിളിക്കപ്പെടാം. വിശ്വാസത്തിന്റെ നായകനെന്നും പൂർത്തി വരുത്തുന്നവനെന്നും രക്ഷാനായകനെന്നും ഒക്കെ യേശുവിന് പേരുള്ളത് പോലെ ക്രിസ്തുവിന്റെ ഒരു പേരാണ് തേജസ്സിന്റെ കർത്താവ്. അപ്പോൾ യേശു ക്രിസ്തു തേജസ്സിലായിരുന്നു, ഇപ്പോഴും തേജസ്സിൽ തന്നെ. അവൻ സഭയെ ചേർക്കുവാൻ വരുന്നതും തേജസ്സിൽ, സഭയോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും തേജസ്സിൽ തന്നെ ആയിരിക്കും. സ്തോത്രം. നാം ആ താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ കാര്യം വരെയായി ഓർമ്മ കാണുമല്ലോ? 8. അതിൽ നമ്മൾ കണ്ടത് 8-ാമത്തേത് നമ്മൾ കണ്ടത് യേശുക്രിസ്തു സഭയ്ക്കു വേണ്ടി ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഫിലിപ്പിയർ 3:20-21, 1 തെസലോനിക്കർ 4:16-17, അതുപോലെ 1 കൊരിന്ത്യർ 15:50 മുതലുള്ള വാക്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ നാം അത് കാണുന്നു. എന്നാൽ ക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെയുള്ള ഉയർപ്പുകൾ വിശേഷാൽ നടക്കുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് മഹോപദ്രവ കാലത്ത് മരിച്ച വിശുദ്ധന്മാർ
ഉയർക്കുകയും കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴുകയും ചെയ്യുമെന്ന് വെളിപ്പാട് 20-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് കാണുകയും ചെയ്തു. ഇത്രയുമായിരുന്നു നമ്മൾ ശനിയാഴ്ച രാത്രിയിൽ ചിന്തിച്ചത്. ചില സംശയ നിവാരണങ്ങളും നമ്മൾ അന്ന് നടത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങൾ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും കൂടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് മാത്യു 25:31-33 പറ്റി അന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? മനസ്സിലായില്ല. അവിടേക്ക് നാം ഇനിയും വരുന്നുണ്ട് ന്യായവിധികൾ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ. എങ്കിലും ഇപ്പോഴത്തേക്ക് ഒരു ചെറിയ സൂചന. ഭാവിയിൽ പ്രധാനപ്പെട്ട 5 ന്യായവിധികളാണ് നടക്കാനുള്ളത്. അതിൽ ഒരെണ്ണമാണ് തേജസ്സിന്റെ സിംഹാസന ന്യായവിധി, ജഡ്ജ്മെന്റ് ഫ്രം ദ ത്രോൺ ഓഫ് ഗ്ലോറി. 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശു കർത്താവ് 31 വായിച്ചോളൂ വേണമെങ്കിൽ. മനുഷ്യപുത്രൻ വായിച്ചേ പ്ലീസ്. ആരെങ്കിലും വായിച്ച ഒരാൾ? മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെ മതി. വെൽക്കം ബാക്ക് സോണി ബ്രദർ ആഫ്റ്റർ ക്വൈറ്റ് സം ടൈം. താങ്ക് യു പാസ്റ്റർ. സ്തോത്രം. നമ്മൾ കണ്ടു യേശുക്രിസ്തു തേജസ്സോടെ തൻ്റെ സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. 2-ാം ഭാഗം, ക്രിസ്തുവിന്റെ വരവിന്റെ 2-ാമത്തെ മുഖമാണ്, അല്ലെങ്കിൽ 2-ാമത്തെ ഭാഗമാണത്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. യൂദ 14-15 വാക്യങ്ങളും ഈ വാക്യവുമൊക്കെ, അതുപോലെ വെളിപ്പാട് 19-ന്റെ 11 മുതലുള്ള വാക്യങ്ങളും എല്ലാം ഈ വിഷയത്തെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു മഹത്വത്തോടെ തൻ്റെ വിശുദ്ധന്മാരുമായി, കൂട്ടത്തിൽ ദൂതന്മാരുമുണ്ട് കേട്ടോ, ദൂതന്മാരും വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ സഖരിയ 12-4 നമ്മൾ വായിക്കുന്നു, ഒലിവുമല 2ആയിട്ട് പിളരും, അവിടെ ഒരു വലിയ താഴ്വര ഉണ്ടാകും, അവിടെ അർമഗദ്ദോൻ യുദ്ധം നടക്കും, എതിർ ക്രിസ്തുവിനെയും അവന്റെ കൂട്ടരെയും, പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ തന്നെ പിടിച്ച് നരകത്തിലേക്ക് യേശു കർത്താവ് തള്ളും. എതിർ ക്രിസ്തുവിനോട് കൂടെ അണിനിരന്ന ജാതികളെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായ്ത്തല വാൾ അഥവാ വചനം കൊണ്ട് നിഗ്രഹിക്കും. ഇതിനൊക്കെ ശേഷം അപ്പോൾ വന്നിരിക്കുന്നത് കർത്താവ് തേജസ്സിലാണ് കേട്ടോ. തേജസ്സിൽ സകല വിശുദ്ധന്മാരും ദൂതന്മാരുമുണ്ട്. കർത്താവ് തൻ്റെ തേജസ്സിന്റെ സിംഹാസനം സ്ഥാപിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കം ആണ് തേജസ്സിന്റെ സിംഹാസനം. അതുകൊണ്ടാണ് അതിനെ തേജസ്സിന്റെ സിംഹാസന ന്യായവിധി എന്ന് വിളിക്കുന്നത്. ജഡ്ജ്മെന്റ് ഫ്രം ദ ത്രോൺ ഓഫ് ഗ്ലോറി. ത്രോൺ ഓഫ് ഗ്ലോറി ആരുടെ ന്യായവിധിയാണെന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ജാതികളെ തൻ്റെ മുമ്പിൽ കൂട്ടും. ഏത് ജാതികൾ? അന്ന് ജീവനോടിരിക്കുന്ന ജാതികൾ. അതിനെക്കുറിച്ച് 2 ചിന്തകളുണ്ട്. അന്ന് ലോകത്തിലുള്ള സകല ജാതികളെയും കൂട്ടുമെന്നും, അല്ല
ഇസ്രായേലിന്റെ അടുത്ത രാജ്യങ്ങളിൽ, ഇസ്രായേലിന്റെ ചുറ്റുപാടുകളിലുള്ള ജാതികളെ കൂട്ടുകയുള്ളൂ എന്നുമുള്ള അഭിപ്രായങ്ങൾ വേദപണ്ഡിതാക്കൾക്കിടയിലുണ്ട്. ഏതായാലും ബൈബിൾ കൃത്യതയോടെ പറയാത്തതിന് അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഉചിതമെന്ന് തോന്നുന്നത് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ബൈബിൾ കൃത്യമായി പറയുന്നത് അങ്ങനെ തന്നെ ഒരു ദാക്ഷിണ്യവും അനുരഞ്ജനവും കൂടാതെ കൈക്കൊള്ളുകയും വേണം. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ സിംഹാസന ന്യായവിധി, ഈ തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയിൽ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, മുസ്ലിം സമുദായത്തിന് രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് വിഗ്രഹാരാധനയ്ക്ക് അവർ ഒരുമ്പെടില്ല. എതിർക്രിസ്തുവിന്റെ വിഗ്രഹത്തെ സേവിക്കുവാൻ അവർ ഒരുമ്പെടുകയില്ല. അതുകൊണ്ട് എതിർക്രിസ്തുവിന്റെ ആരാധകരായി മുസ്ലിം സമുദായം മാറില്ല. കൂടാതെ യഹൂദന്മാരെ എതിർക്രിസ്തുവും സംഘവും പീഡിപ്പിക്കുമ്പോൾ അവർക്ക് തുണ നിൽക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും ഈ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായമായിരിക്കും എന്നും ഒരു അഭിപ്രായവും പഠിപ്പീരും നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. അതിലേക്ക് വരുന്നുണ്ട്, അന്ന് ഞാൻ കൂടുതൽ അത് വിശദമാക്കാം. അപ്പോൾ ഇങ്ങനെ യേശുക്രിസ്തു താൻ തേജസ്സിൽ വരുമ്പോൾ തൻ്റെ തേജസ്സിന്റെ സിംഹാസനം ഇട്ട് ജാതികളെ ന്യായം വിധിക്കും. അന്ന് ജീവനോടിരിക്കുന്ന ജാതികൾ, ഇനി ഇസ്രായേലിന്റെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രമുള്ളവരായാലും അന്ന് ലോകത്തിലുള്ള സകല ജാതികളെ ആയാലും, രണ്ടിൽ ഏതുമായിക്കൊള്ളട്ടെ, നമുക്കത് സാരമായ കാര്യമല്ല. ജാതികളെ ന്യായം വിധിക്കും. അവരെ ന്യായം വിധിക്കാൻ പ്രധാനമായുമുള്ള അടിസ്ഥാനം മഹാപീഡന കാലത്ത് ഇസ്രായേലിന്റെ പീഡാസമയത്ത് അവരോട് ഇവർ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, ജയിലിലായിരുന്നു, വിശന്നിരുന്നു, ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് ഇന്നതുപോലെ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എപ്പോഴാ അങ്ങയെ ഇന്നതുപോലെയൊക്കെ കണ്ടതും ഉടുപ്പിച്ചതും ഭക്ഷണം തന്നതും കാണാൻ വന്നതും ഒക്കെ? അപ്പോൾ പറയും, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് വേണ്ടി ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു. അവിടെ പറയുന്ന സഹോദരൻ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ സ്വജാതിക്കാരായ, ക്രിസ്തു ജഡമെടുത്തു വന്നപ്പോൾ തൻ്റെ ജാതിക്കാരായ യഹൂദൻ എന്ന സഹോദരന്മാരെയാണ്. അപ്പോൾ അതിൽ ഒരു കൂട്ടരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? വലത്തുള്ളവരെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ എവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക? ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ആ രാജ്യം എന്ന് പറയുന്നതാണ് 1000 ആണ്ട് വാഴ്ചയുടെ രാജ്യം. സ്വർഗരാജ്യമല്ലത്. ഈ ജഡത്തിൽ വസിക്കുന്നവരായ ഈ ജാതികളെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണത്. അവർ, ആ ജാതികൾ ഒരുപക്ഷെ ഒരു എണ്ണമറ്റ സമൂഹമായിരിക്കും. അവരും കർത്താവിനോട് കൂടെ, അവരും പാപമോചനം പ്രാപിച്ച അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദ സമുദായത്തോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടായിരിക്കും. അതാണ് അവിടെ മത്തായി 25:31 മുതൽക്കുള്ള വാക്യങ്ങൾ. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ.
സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന സഹോദരൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക പീരിയോഡിക്കാണോ അത്? അതെ, അന്നത്തെ യഹൂദന്മാരുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ശാരീരിക സഹോദരങ്ങൾ. ശരി, മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് 9ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. So these verses don't refer to us, of course, but not literally. Most of the prophecies of the Bible, almost all prophecies of the Bible have two specific ends. One, an immediate spiritual fulfillment, and the other one may be bit longer or a farther literal fulfillment. The same way, these portion, verses from 31, this portion also has an immediate or current spiritual relevance with you and me, although it will be literally and finally fulfilled during just before the millennium. ചോദ്യം ഇതായിരുന്നു, ഈ ഭാഗത്തിന് തേജസ്സിന്റെ സിംഹാസന വിധിയുമായി ബന്ധപ്പെട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ജാതികളുമായി ബന്ധപ്പെട്ട ഒരു ന്യായവിധിയാണെങ്കിൽ നമുക്ക് ഇതിനുമായിട്ട് ബന്ധമില്ലേ എന്ന്. ഉണ്ട്. ബൈബിളിലെ ഏതാണ്ട് എല്ലാ 100%, ഏതാണ്ട് എല്ലാ പ്രവചനങ്ങൾക്കും 2 പൂർത്തീകരണങ്ങളുണ്ട്. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയി താൽക്കാലികമായ ഒരു ആത്മീയ നിറവേറലും, മറ്റൊന്ന് ഒരുപക്ഷെ കുറെ കൂടെ ദീർഘമായ കാലത്തിന് ശേഷം നിറവേറുന്ന അക്ഷരീക നിറവേറലും. അക്ഷരീക നിറവേറലിന്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കർത്താവ് തേജസ്സിൽ വന്നനന്തരം ജാതികളെ വിധിക്കുന്നത്. ജാതികളെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് അതിന് പ്രധാന തെളിവ്. എന്നാൽ അതിൻ്റെ അർത്ഥം ആ ഭാഗങ്ങൾ നമുക്കിന്ന് ബാധകമേ അല്ലെന്നല്ല. ഇന്നും അത് നമുക്ക് ബാധകമാണ് ആത്മീയ അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ ഇന്നും നാം എന്ത് ചെയ്യണം? യഹൂദനെ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സഭയിലുള്ളവരെ, നമ്മുടെ രക്തബന്ധങ്ങളായവരെ, ലോകത്തിലുള്ള മനുഷ്യ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ എന്ന നിലയിൽ ലോകക്കാരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെയും എന്ത് ചെയ്യണം? ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ കണ്ടാൽ, നമ്മൾ അറിഞ്ഞാൽ നമുക്ക് കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. യാക്കോബ് 1:27 നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് പോലെ യഥാർത്ഥ ഭക്തിക്ക് 2 വശങ്ങളുണ്ട്. ചാരിറ്റി ആൻഡ് പ്യൂരിറ്റി. യഥാർത്ഥ ഭക്തിയുടെ 2 വശങ്ങളാണത്. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കുക, നമ്മുടെ ശത്രുക്കളായാൽ പോലും. അതും നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ പഠിച്ചിട്ടുണ്ട്. ശത്രുക്കളായിരിക്കുന്നവർക്ക് പോലും നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ആണ് ഇപ്പോഴത്തെ മത്തായി 25:31 മുതലുള്ള വാക്യങ്ങളുടെ ഇപ്പോഴത്തെ അർത്ഥം. അത് ഭാവിയിലേക്കുള്ളതാണെന്നും പറഞ്ഞ് നമുക്കതിന് നേരെ കണ്ണടയ്ക്കാൻ സാധിക്കുകയില്ല.
അതിന് ഉപോദ്ബലകമായ മറ്റു വാക്യങ്ങളുമുണ്ട്. നല്ല ശമരിയക്കാരന്റെ തന്നെ ഉപമ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. നമ്മുടെ അബണ്ടൻസ്, നമുക്ക് തന്നിട്ടുള്ള സുഭിക്ഷം മറ്റുള്ളവരുടെ സ്കേഴ്സിറ്റി, അവരുടെ ദുർഭിക്ഷത്തിന് ഉതകണം. ഇങ്ങനെ ചോട്ടാ സ്ക്രിപ്തൂര, വചനത്തിന്റെ മൊത്തമായ ഉപദേശം കൊണ്ടുവരുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്കും പ്രസക്തമാണ്. ഭാവിയിലേക്കും ജാതികൾക്കും ഉള്ളതാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അതിന് അർത്ഥം നമുക്കുമുണ്ട്. നാമും അതുപോലെ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കണം. അവർ നമ്മുടെ ആരുമല്ലായിരിക്കാം, അവരിൽ നിന്ന് നമുക്കൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് വന്നേക്കാം. എങ്കിലും നാം ദൈവമക്കൾ എന്ന നിലയിൽ സഹായിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് 9ാമത്തെ താരതമ്യ വിഷയത്തിലേക്ക് പോകാം. സ്തോത്രം. റൂഫസ് 9th one, 9ാമത്തേത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക്, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, സഭയെ ചേർക്കുവാൻ വരുന്ന ഭാഗത്ത് നോ ചേഞ്ചസ് ഓൺ എർത്ത്, ഭൂമിമേൽ യാതൊരു വ്യത്യാസങ്ങളും നടക്കുന്നില്ല. നോ ചേഞ്ചസ് ഓൺ എർത്ത് when Christ comes to take the church with him. സഭയെ ചേർക്കുവാൻ ക്രിസ്തു വരുന്ന സമയത്ത് ഭൂമിക്ക് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ സഭയുമായി ക്രിസ്തു തേജസ്സിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഭൂമിക്ക് ധാരാളം വ്യതിയാനങ്ങൾ സംഭവിക്കും. അതിൽ ഒന്നാണ് വളരെ കൃത്യതയോടെ സഖരിയ 14:4 പറഞ്ഞിരിക്കുന്നത്, ഒലിവുമല രണ്ടായിട്ട് പിളരും എന്ന്. ഒലിവുമല രണ്ടായിട്ട് പിളരും. ഒരു വലിയ താഴ്വര അവിടെ ഉണ്ടാകും. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും, കർത്താവിൻ്റെ വരവിൻ്റെ ഉറപ്പ്, അതേ സംബന്ധിച്ച് 10 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഗ്യാരണ്ടി ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. അതിൽ നമ്മൾ 10 കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. അതിൽ ഒരു കാര്യം ഓർമ്മ കാണുമായിരിക്കും നിങ്ങൾക്ക്. The guarantee of John the Baptist, or the testimony of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന് വഴി ഒരുക്കുവാൻ വന്ന സമയത്ത് നമ്മൾ കണ്ട കാര്യമായിരുന്നു. എല്ലാ എല്ലാ താഴ്വരയും വായിച്ചോ സുജ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. റഫറൻസും കൂടെ പറഞ്ഞു. ലൂക്കോസ് 3:4. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും മറ്റും പറഞ്ഞതും യോഹന്നാന്റെ സാക്ഷ്യവുമാണ്. യെശയ്യാ പ്രവചനം അദ്ദേഹം ഉദ്ധരിച്ചാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് അന്ന് നമ്മൾ കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ, മനുഷ്യനായി ഭൂമിയിൽ വന്ന വരവിൽ നിറവേറിയോ? ഇല്ല.
ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആത്മീയമായ നിറവേറൽ അവിടെ സംഭവിച്ചു. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് നിരപ്പിക്കുകയും വളഞ്ഞും പുളഞ്ഞും ഉള്ളതിനെയൊക്കെ നേരെയാക്കുകയും ആ നിലയിലുള്ള ആത്മീയമായ നിറവേറൽ ക്രിസ്തുവിൽ ക്രൂശിമരണം കൊണ്ട് സംഭവിച്ചെങ്കിലും അക്ഷരീയമായ നിറവേറൽ ഇതുവരെയും നടന്നിട്ടില്ല. യേശു സഭയെ ചേർക്കുവാൻ വരുമ്പോഴും അത് സംഭവിക്കുകയില്ല. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിരിക്കും ഈ കാര്യങ്ങൾ നിറവേറുക. അതിന് മഹാപീഡനകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളും സഹായകമാകും. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒലിവുമല 2ആയിട്ട് പിളരുന്നതും അതിനോടനുബന്ധിച്ച് ഭൂമിയിൽ നടക്കുന്ന ചില ചലനങ്ങളും ഭൂചലനങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള ചില സംഭവങ്ങളുമൊക്കെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരികമായി നിറവേറുന്ന കാലങ്ങളായിരിക്കും. അങ്ങനെയുള്ള വലിയൊരു വ്യതിയാനം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഈ ഭൂമിക്ക് ഉണ്ടാകും. നമുക്കറിയാം, ഭൂമിയുടെ പ്രകൃതി, ഭൂപ്രകൃതി, മണ്ണിന്റെ ഒക്കെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ ദിവസം യെശയ്യാ 11 നിന്ന് കണ്ടു. കാട്ടുമൃഗങ്ങളുടെ പോലും സ്വഭാവങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാവും. ആ വ്യതിയാനങ്ങൾക്കൊക്കെ കാലാവസ്ഥയിൽ മൊത്തമായ മാറ്റം വന്നേ സാധിക്കൂ. മുൻപ് നമ്മൾ കണ്ടതാണ്, മുമ്പും കണ്ടതെന്നൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരു കാര്യത്തിന്റെ ആവർത്തനം നിങ്ങൾക്ക് ഞാൻ തെറ്റിപ്പറയുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓർക്കാതെ പറയുന്നെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാനാണ് അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ കാണുകയുണ്ടായി, നോഹയുടെ കാലം മുതൽ മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിന് വ്യത്യാസം വന്ന കാര്യം ഓർമ്മ കാണും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനായിരുന്നു. പക്ഷേ അവൻ പാപം ചെയ്തപ്പോൾ അവന്റെ ആയുസ് 1000 വർഷം 1000 വർഷമായിട്ട് നിജപ്പെടുത്തി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടേയിരുന്നു. നോഹയുടെ കാലമായപ്പോൾ 1000 വർഷം എന്ന ആയുസിനെ എത്രയാക്കി കുറച്ചു? 120 എന്ന കണക്കിലേക്ക് കുറച്ചു. വീണ്ടും മോശയുടെ കാലം വന്നപ്പോൾ അതിനെ 70, ഏറെ ആയാൽ 80 എന്നാക്കി. ഇപ്പൊ നമുക്കറിയാം അതിലും കുറഞ്ഞു. എന്നാലും ബൈബിള് കൊണ്ട് നിർത്തിയിരിക്കുന്നത് 70-80-ലാണ്. കണ്ടോ, ഒരിക്കലും മരിക്കുവാൻ കഴിയാത്ത, മരിക്കരുതാത്തൊരവസ്ഥയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയപ്പോൾ അന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളും മനുഷ്യൻ പാപം ചെയ്ത് അവന്റെ ആയുസ് 1000 വർഷമെന്ന് നിജപ്പെടുത്തിയപ്പോൾ കാലാവസ്ഥയ്ക്ക്, ഭൂപ്രകൃതിക്ക് ഒക്കെ വന്ന മാറ്റം. വീണ്ടും മനുഷ്യന്റെ ആയുസ് 120 ആക്കിയപ്പോൾ മനുഷ്യൻ അത്രയും കാലത്തിനകം മരിക്കത്തക്കതുപോലെ അവന്റെ ശരീരഘടനയ്ക്ക് മാറ്റമുണ്ടാകുവാൻ കാലാവസ്ഥയ്ക്കുണ്ടായ മാറ്റം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ ഇന്ന് ഈ പറയുന്ന 70-80 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ
1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ 1000 വർഷം വരെ ജീവിച്ചിരിക്കാവുന്ന ശരീരഘടനയിലേക്ക് മാറുകയാണ്. അതിന് ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റൂ. എല്ലാ നിലയിലും അതിൻ്റെ ഭാഗമായിട്ടാണ് യേശുക്രിസ്തു തേജസ്സോടെ പരസ്യമായി ഇറങ്ങി വരുന്ന സമയത്ത് ഭൂമിയിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരീയമായി പൂർത്തിയാകും. അങ്ങനെയുള്ള മാറ്റങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ 2ാം പാദത്തിൽ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും സഭയെ ചേർക്കാനായിട്ട് യേശു വരുമ്പോൾ സംഭവിക്കുന്നില്ല. വ്യക്തമാണല്ലോ. പത്താമത്തെ കാര്യം, സഭയെ ചേർക്കുവാനായിട്ട് യേശു വരുമ്പോൾ യഹൂദനെയോ എന്തോ ആരെങ്കിലും വല്ലതും ചോദിച്ചോ? ഇല്ല പാസ്റ്റർ, അത് അബദ്ധത്തിൽ പറ്റിയതാണ്. ഓക്കെ. പത്താമത്തെ കാര്യം, കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ യഹൂദനെയോ ജാതികളെയോ വിധിക്കുന്നില്ല. അവരുടെ ന്യായവിധി സംഭവിക്കുന്നില്ല. പകരം കർത്താവ് സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 2ാം പാദത്തിൽ നാം ഇപ്പോൾ മത്തായി 25:31 തൊട്ട് കണ്ടതുപോലെ ജാതികളെ പ്രത്യേകമായി വിധിക്കുന്നു, ന്യായം വിധിക്കുന്നു. കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് ആകാശമേഘങ്ങളിൽ വരുമ്പോൾ സഭയുമായി കർത്താവ് അങ്ങ് പോകുന്നുവെന്ന് മാത്രം. മഹാപീഡനകാലം ജാതികളുടെയും യഹൂദന്മാരുടെയും ന്യായവിധിക്ക് വേണ്ടിയും കൂടെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ആ വിധി അല്ലെങ്കിൽ ആ ന്യായവിധി എന്ന് പറയുന്നത് ഒരു നിത്യ ന്യായവിധിയോ നിത്യശിക്ഷാവിധിയിലേക്കോ ഉള്ളതല്ല. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ദൈവം ക്രോധത്തോടെ അവരോട് ഇടപെടുന്ന ഒരു കാലഘട്ടമാണെന്നേ ഉള്ളൂ. അവിടെയും നിത്യശിക്ഷാവിധി എന്നൊരു നില അല്ലെങ്കിൽ അവസ്ഥ വരുന്നില്ല. എന്നാൽ അവർക്ക് ആ സമയത്തും മാനസാന്തരപ്പെടാൻ കർത്താവ് അവസരം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ന്യായവിധി, ആ നിലയിൽ ഉള്ള ഒരു വിധിയായിട്ട് കാണാത്തത്. എന്നാൽ 2ാം ഭാഗത്ത് കർത്താവ് തൻ്റെ സിംഹാസനം ഇട്ട് ന്യായം വിധിക്കുമ്പോൾ അവിടെ ആർക്കും മാനസാന്തരത്തിന് അവസരം കൊടുക്കുന്നില്ല. ഓരോരുത്തന്റെ ചെയ്തികൾക്കനുസരിച്ച് ഒഴികഴിവില്ലാത്ത വിധി പ്രസ്താവിക്കുകയാണ്. അതാണ് രണ്ടിടത്തെയും വ്യത്യാസങ്ങൾ. മനസ്സിലായി കാണുമല്ലോ, അതിൽ കൺഫ്യൂഷൻ കാണത്തില്ലല്ലോ. ഇതാണ് പത്താമത്തേത്. മനസ്സിലായോ? കൂടുതൽ വിശദീകരണം വേണമോ പത്താമത്തേതിന്? മൗനം കൊണ്ട് വിശദീകരണം വേണ്ട എന്ന ഒരു നിലയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ 11-ാമത്തേത്, സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുമ്പോൾ
ഇസ്രായേലിന്റെ റെസ്റ്റോറേഷൻ യഥാസ്ഥാപനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഇസ്രായേലിനെ അന്തിമമായി വീണ്ടെടുക്കുവാനാണ്, യഥാസ്ഥാനപ്പെടുത്തുവാനാണ് എന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. The first phase of Lord's coming to rapture the church, then no restoration of Israel happens. Certainly, the process of the final restoration starts, that's all. But that doesn't happen. But when Christ will be descending to this earth, the final restoration of Israel will be completed. അപ്പോൾ സഭയെ ചേർക്കുവാൻ യേശു ക്രിസ്തു മധ്യവാനിൽ വരുമ്പോൾ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നില്ല. തീർച്ചയായും മഹാപീഡനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കും. പക്ഷെ ആ സമയത്ത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നില്ല. തുടർന്നുള്ള 7 വർഷക്കാലത്തെ മഹാപീഡനത്തിലൂടെ അവരെ കടത്തിവിട്ട് യേശുവിനെ ഉപേക്ഷിച്ച അവരുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി എന്നേക്കുമായി വീണ്ടെടുക്കുകയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ പല വാക്യങ്ങൾ ഈ സെഖരിയ 14-ാം അധ്യായം ഉൾപ്പെടെ കണ്ടതാണ്. റോമാലേഖനം 11-ാം അധ്യായവും ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. വിശേഷിച്ച് 12 മുതൽക്കുള്ള വാക്യങ്ങൾ, 15 മുതലുള്ള വാക്യങ്ങൾ, 12 മുതൽ പറയുന്നുണ്ട്, 15-ാമത്തെ വാക്യവും അങ്ങനെ ഏതാണ്ട് 11-ാം അധ്യായത്തിന്റെ അവസാനം വരെ റോമാലേഖനത്തിൽ യെശയ്യാ 63 നമ്മൾ പല ആവർത്തി കണ്ടതാണ്. ഇവിടെ എല്ലാം നാം കാണുന്നു ഇസ്രായേലിന്റെ അന്തിമമായ വീണ്ടെടുപ്പ്. ഇനി ഒരിക്കലും അവർ കർത്താവിനെ വിട്ട് പോകാത്തതുപോലെ അവരെ വീണ്ടെടുക്കുന്നു എന്ന്. അത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. മത്തായി 25-ൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടു, അന്ന് കർത്താവ് മഹാകാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ ഭൂമിയുടെ 4 ദിക്കുകളിലും ചിതറിപ്പോയ തന്റെ വ്രതന്മാരെ, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, യഹൂദനെ, ഇസ്രായേലിനെ കർത്താവിന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള കാര്യങ്ങൾ. അതെല്ലാം കർത്താവ് ഭൂമിയിലേക്ക് തേജസ്സോടെ ഇറങ്ങി വരുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. അതാണ് 10-ാമത്തെ കാര്യം. 11-ാമത്തെ കാര്യം. വിശദീകരണം ആവശ്യമുണ്ടോ എന്തെങ്കിലും? പക്ഷെ അത് ജീവനോടിരിക്കുന്ന യഹൂദന്മാരെ എല്ലാം വീണ്ടെടുക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് മരിച്ചുപോയ യഹൂദന്മാർ, അവർക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ. അവർക്കുള്ള സാധ്യത ഇപ്പോൾ ഉള്ളത് സുവിശേഷത്തിൽ വിശ്വസിക്കാനും രക്ഷിക്കപ്പെടാൻ. ഇപ്പം ജീവിച്ചിരിക്കുന്ന സകലർക്കുള്ള സാധ്യതയാ. അന്നത്തേതിനേക്കാൾ എത്രയോ സുഗമമായ സാധ്യതയാ ഇപ്പോഴത്തെ. ചിലരൊക്കെ രക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഓക്കെ. സകലർക്കുള്ള സാധ്യത സുവിശേഷമാണ്. അതുകൊണ്ട് അവർക്ക് അവസരം കിട്ടിയില്ലെന്നല്ല, അവർക്കാണ് ഏറ്റവും സുഗമമായ അവസരം സുലഭമായി കിട്ടിയത്. ഓക്കെ.
ഇന്ന് യഹൂദന്മാരോട് സുവിശേഷം പറയുന്നവരുണ്ടല്ലോ. ഒത്തിരി യഹൂദ പാസ്റ്റേഴ്സ് തന്നെ ഇപ്പോഴുണ്ട്. പക്ഷെ ചിലരൊക്കെ അവർക്ക് അതിപ്പോഴും ദുരുപദേശം ബോധ്യമല്ലല്ലോ പാസ്റ്റർ. അല്ല, ബോധ്യമല്ലെന്ന് പറഞ്ഞാൽ അവരോട് സുവിശേഷം പറയാന്നേ ഉള്ളൂ. അവർക്കൊന്നല്ല, ലോകത്തിൽ സുവിശേഷം കേൾക്കുന്ന വളരെ കുറച്ചു പേർക്ക് അത് ബോധ്യപ്പെടുന്നുള്ളൂ, രക്ഷിക്കപ്പെടുന്നുള്ളൂ. യഹൂദന്മാർക്കിടയിലും സുവിശേഷ പ്രവർത്തനം ഉണ്ട്. യഹൂദന്മാർക്കിടയിൽ നിന്നും രക്ഷിക്കപ്പെട്ട യഹൂദ ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഉണ്ട്. അവർക്കിടയിൽ നിന്നും രക്ഷിക്കപ്പെട്ട പാസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ ആസ് എ നേഷൻ ദേ ആർ നോട്ട് ബിലീവിങ്. As a nation they are not believing. ഒരു ജാതി എന്ന നിലയിൽ ഇന്ന് ലോകത്തിൽ ആരും യേശുവിൽ വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമാണ്. രക്ഷ ദേശീയമല്ല. യേശുവിലൂടെയുള്ള രക്ഷ ദേശീയമല്ല. അതാണ് വ്യത്യാസം. പക്ഷെ അന്ന് അവരുടെ സാൽവേഷൻ സാൽവേഷൻ ത്രൂ ക്രൈസ്റ്റ് ഈസ് നോട്ട് എ നാഷണൽ തിങ്. നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ ഈ പ്രസംഗകരൊക്കെ ആവേശമൂത്ത് പറയുന്നത് തിരുവെഴുത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലും ആവേശമൂത്ത് പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രം ക്രിസ്തീയ രാഷ്ട്രമാകാൻ പോകുന്നു. വെറുതെയാ. അവിശ്വാസിയായിട്ട് തന്നെ കാണല്ലേ. ഇന്ത്യ എന്നല്ല, മുഴു ലോകവും യേശുവിനെ അറിയുന്നവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൊതിക്കുന്നു. എൻ്റെ ആവേശമാണ്. പക്ഷേ ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്ന, പുതിയ നിയമം പഠിപ്പിക്കുന്ന രക്ഷ മാസീവ് അല്ല. ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെടുന്നതല്ല. ഇപ്പൊ ബൈബിളിൽ കൂട്ടമായിട്ട് രക്ഷിക്കപ്പെട്ടില്ലേ? ഉണ്ട്. പക്ഷേ യഹൂദൻ എന്നൊരു കൂട്ടമോ ഒരു ജാതിയോ അല്ല രക്ഷിക്കപ്പെട്ടത്. വ്യക്തികളായി രക്ഷിക്കപ്പെട്ടവർ അനേകരായിരുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് അവരൊരു കൂട്ടമായി 3000-ഉം 5000-ഉം കണക്ക് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ എല്ലാം മാനസാന്തരം വ്യക്തിപരമായിരുന്നു. ദൈവസഭ പഠിപ്പിക്കുന്ന, പുതിയ നിയമം പഠിപ്പിക്കുന്ന രക്ഷ സാമൂഹികമല്ല, വ്യക്തിപരമാണ്. ദേശീയമല്ല, വ്യക്തിപരമാണ്. ക്രൈസ്തവ രക്ഷാശാസ്ത്രം, ക്രിസ്ത്യൻ സോറ്റീരിയോളജി, ക്രൈസ്തവ രക്ഷാശാസ്ത്രം ഫാമിലി ബേസ്ഡ്, കുടുംബം കേന്ദ്രീകരിച്ചുള്ളതല്ല. ചിലയിടത്ത് ഭാര്യയും ഭർത്താവും ഭയങ്കര അറ്റാച്ച്മെന്റാ. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും അടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഭാര്യമാര്. അതിനുവേണ്ടി മാത്രം രക്ഷിക്കപ്പെടാതെ ഭർത്താവിനെ അടക്കിയ പള്ളിയിലെ കല്ലറയിൽ തന്നെ എന്നെ അടക്കണമെന്നും പറഞ്ഞ് രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്ന ഭാര്യമാരുണ്ട്. അതിൽ ചിലര് ജീവിച്ചിരിക്കെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. എന്നാ പിന്നെ നീ പോന്നിടത്തെ ഞാനും വരുന്നുള്ളെന്നും പറഞ്ഞ്, നീ സ്നാനപ്പെടാൻ പോകുന്ന ഞാൻ എന്തിനാ അവനെ മാറി നിൽക്കുന്ന, ഞാനും മുങ്ങുവാടി എന്നും പറഞ്ഞ് മുങ്ങുന്ന പരിപാടി രക്ഷാ വിഷയമല്ലത്. കുടുംബമായിട്ടുള്ളതല്ല ക്രിസ്തീയ രക്ഷ. വ്യക്തിപരമാ. കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ സമയം രക്ഷിക്കപ്പെടാം. പക്ഷേ അത് വ്യക്തിപരമാണ്. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ക്രിസ്തീയ രാഷ്ട്രമാകുക എന്ന
ചില സോ കോൾഡ് റിവൈവലിസ്റ്റുകളുടെ പ്രസംഗം വേദപുസ്തകത്തിന് നിരക്കുന്നതല്ല. യേശു ജനിച്ച ക്രിസ്തീയ സഭ പിറന്ന ഇസ്രായേൽ ക്രിസ്തീയ രാഷ്ട്രം ആയിട്ടില്ല, ഇതുവരെ ആകുകയും ഇല്ല. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഉണ്ടായിരുന്ന, ഇപ്പോഴും ഉള്ള അമേരിക്കയോ ക്രിസ്തീയ രാഷ്ട്രം എന്ന് ഒരു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തീയമായതുകൊണ്ട് ക്രിസ്തീയ രാഷ്ട്രം എന്നറിയപ്പെട്ട യൂറോപ്പിലെ പല രാജ്യങ്ങളും ഉൾപ്പെടെ അവയൊന്നും പോലും വേദപുസ്തകം അനുസരിച്ച് എന്തായിരുന്നില്ല? ക്രിസ്തീയ രാഷ്ട്രങ്ങൾ ആയിരുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടി വന്നു എനിക്ക്. അതിൽ അധ്യക്ഷൻ തുടങ്ങി ഗസ്റ്റ് ഓഫ് ഓണർ തുടങ്ങി ചീഫ് ഗസ്റ്റ് തുടങ്ങി പ്രസംഗിച്ചവരെല്ലാവരും ഒറ്റ കാര്യമാണ് പറഞ്ഞത്: എത്രയും പെട്ടെന്ന് നമ്മുടെ പാർലമെന്റ് ബൈബിള് വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് തുടങ്ങുന്ന നിലയിലേക്ക് ഇന്ത്യ എത്താൻ പോകുന്നു. കേട്ടപ്പോൾ ചിലർക്കൊക്കെ ആവേശമായി ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് ചിലർക്ക് തുള്ളിച്ചാടി. പാർലമെന്റിൽ എല്ലാവരും ജയ് മസീഹി പറയുമെന്ന് ചിലര് പ്രഖ്യാപിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും പെന്തക്കോസ്തുകാർ പാസ്റ്റേഴ്സും പെന്തക്കോസ്തുകാരുമൊക്കെ എംപിയും മന്ത്രിമാരും ക്യാബിനറ്റിലും ഒക്കെ കയറിപ്പോകാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ ഒരു ചൂടിലാണേ. ദേശീയമായിട്ട് യേശുവിൽ വിശ്വസിച്ച് മാസ് കൺവേർഷൻ എന്നുള്ളത് ബൈബിളിന്റെ ഉപദേശമല്ല. ഒരു ജാതി, ആ ജാതി മുഴുവനും കൂടെ ക്രിസ്ത്യാനികളാവുക, മതം മാറാമായിരിക്കാം, പക്ഷെ ബൈബിള് പറയുന്ന ക്രൈസ്തവികതയിലേക്ക് എത്താൻ പറ്റില്ല. മതം മാറ്റത്തിന് ബൈബിൾ അനുകൂലമല്ല. അതുകൊണ്ട് ഇസ്രായേൽ ദേശീയമായി ഇതുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. യേശു മേഘങ്ങളെ വാഹനമാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ അവർ യേശുവിനെ സ്വീകരിക്കുകയുമില്ല ദേശീയമായിട്ട്. ബൈബിൾ വ്യക്തമായി പറയുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ പറയുന്നു, യഹൂദന്മാരുൾപ്പെടെയുള്ള സകല ജാതികളും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പൗലോസ് റോമർ 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ സ്വജാതിക്കാർ അവരെല്ലാവരും എന്ത് വേണം? ക്രിസ്തുവിനോട് ചേരണം, രക്ഷിക്കപ്പെടണം. അതാകുന്നു എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കില്ല എന്നതുകൊണ്ട് എന്നാ പിന്നെ ഒരു പോട്ടെ എന്നും പറഞ്ഞ് മാറിയിരിക്കാൻ നമുക്ക് അനുവാദമില്ല. അതിൽ ആരൊക്കെയാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് പെടുന്നതെന്ന് നമുക്കറിയാത്തത് കൊണ്ട് എല്ലാവരോടും സുവിശേഷം പറയുക എന്ന ബാധ്യത, കടമ, കർത്തവ്യം, അവകാശം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് മറക്കരുത്. അപ്പൊ ഈ മുദ്രയേറ്റിരിക്കുന്ന ഈ 1,44,000 പേര് മാത്രമേ അവരിൽ നിന്ന് ബാലൻസ് വരുവുള്ളൂ ഈ മഹോപദ്രവം? അല്ല, വേറെയും ഉണ്ടാകും. അവരെ മാത്രമായിട്ട് മുദ്ര
ഏൽപ്പിച്ച് മാറ്റി നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ കൂടാതെയും ഒരു ബഹുപുരുഷാരം ഉണ്ടായിരിക്കും യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ. ഈ കറക്റ്റായിട്ട് ഈ 12,000 വെച്ച് ഒരു 144,000 പേരെ മാത്രം അങ്ങനെ തിരഞ്ഞെടുത്ത് മുദ്രയിടുന്നതിന്റെ ഉദ്ദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാര്യം അവിടെ ഒരുപാട് യഹൂദന്മാർ വേറെ ഉണ്ടെന്നല്ലേ പറയും. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു സെലക്ട്, ഇപ്പൊ അവര് എന്തെങ്കിലും പ്രത്യേകത അല്ലെങ്കിൽ അവര് പിന്നെ ദൈവവചനത്തോടുള്ള അനുഭാവമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവരെ അങ്ങനെ മാറ്റി നിർത്തി അവർക്ക് ഒരു പ്രത്യേക ഒരു പരിഗണന പോലെ കൊടുത്തിരിക്കുന്നു? കർത്താവ് 6-ാം അധ്യായത്തിൽ ആത്മാക്കളോട് പറഞ്ഞതുപോലെ ഞാനും ജോച്ചാനോട് പറയുക, നമ്മൾ 7-ാം അധ്യായം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കുക. ഓക്കെ, അവിടെ നമുക്ക് ആ കാര്യം നോക്കാം. ശരി, ഓക്കെ. ചേമ്പറിലൊക്കെ മരിച്ച മില്യൺസ് ഓഫ് യഹൂദന്മാരുണ്ട്, അവരെല്ലാം ഇപ്പൊ നരകത്തിൽ തന്നെ പോകും. എന്താ ഗ്യാസ് ചേമ്പറിൽ മില്യൺസ് ഓഫ് ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ യഹൂദന്മാർ, അവരെല്ലാം ഇപ്പൊ നരകത്തിൽ തന്നെ പോകും. അവരെല്ലാവരും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം മരിച്ചവരായതുകൊണ്ട് അവരിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരെല്ലാവരും നരകത്തിൽ തന്നെ പോകും. യേശുവിന്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം ആർക്കായാലും രക്ഷിക്കപ്പെടാൻ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു മാർഗമില്ല, പ്രത്യേകിച്ച് യഹൂദന്. കാരണം ഇനി യഹൂദന് പുറത്തുള്ള ഒരു ജാതീയനാണെങ്കിൽ അവൻ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ വെക്കാം. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് യേശുവിനെ കുറിച്ച് അറിവുള്ളവരാണ് ഏത് കാലത്തും ജീവിച്ചിരുന്ന യഹൂദൻ. അവർക്ക് യേശുവിൽ വിശ്വസിക്കാമായിരുന്നു. ആ ഗ്യാസ് ചേമ്പറിലൊക്കെ മരിച്ച ലക്ഷക്കണക്കിന് യഹൂദന്മാരിൽ ധാരാളം ക്രിസ്ത്യാനികളെ കാണും. അങ്ങനെ അക്കാലത്തെ ക്രിസ്ത്യാനികളിൽ, യഹൂദ ക്രിസ്ത്യാനികളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉംബ്രാണ്ടും കുടുംബവും. അതുപോലെയുള്ള ധാരാളം ക്രിസ്ത്യാനികൾ ആ കൂട്ടത്തിൽ കാണും, യഹൂദ ക്രിസ്ത്യാനികൾ. പക്ഷേ അവരെല്ലാം യഹൂദ വംശത്തിൽപ്പെട്ടവരായതുകൊണ്ട് നാസികൾ അവരെ കൊന്നുമുടിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കൊല്ലപ്പെട്ട യഹൂദന്മാർ എല്ലാവരും നരകത്തിൽ പോകുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ കൂട്ടത്തിൽ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കാഞ്ഞ എല്ലാ യഹൂദനും നരകം തന്നെ ഉള്ളൂ. എങ്കിൽ 12-ാമത്തേതിലേക്ക് വരാം. 12-ാമത്തേതില് കമ്പാരിസൺ ആണ്, താരതമ്യമാണ്. യേശുക്രിസ്തുവിന്റെ ആകാശമേഘങ്ങളിലെ വരവിൽ സാത്താൻ ബന്ധിക്കപ്പെടുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പരസ്യമായ വരവിൽ നമ്മൾ കണ്ടു സാത്താന്യ തൃത്വം ന്യായം വിധിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് സാത്താനെ ബന്ധിക്കുന്നു. വെളിപ്പാട് 20-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അപ്പോൾ കർത്താവ് സഭയ്ക്കായിട്ട് വരുമ്പോൾ സാത്താനെ ബന്ധിക്കുന്നില്ല. എന്നാൽ സഭയുമായിട്ട് വരുന്ന പരസ്യവരവിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നു. ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യം ഇസ്രായേലിന്റെ രക്ഷയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ബൈബിൾ പറയുന്നു, ഓൺലി എ റെമനന്റ്
ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. യഹൂദൻ മുഴുവനുമായിട്ട് 100% രക്ഷിക്കപ്പെടില്ല. ഒരു ശേഷിപ്പ്. അതിന്റെ പല കണക്കുകളും ആമോസും ഹോശയായും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവ മക്കളുടെയും ആഗ്രഹം. ഓക്കെ, അപ്പൊ 12-ാമത്തേത്, സഭയ്ക്കായിട്ട് കർത്താവ് വരുമ്പോൾ സാത്താനെ ബന്ധിക്കുന്നില്ല, എന്നാൽ സഭയുമായി വരുമ്പോൾ സാത്താനെ 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ ചങ്ങലയ്ക്കിടുന്നു. 13-ാമത്തെ കാര്യം, ആകാശമേഘങ്ങളിൽ യേശു വരുമ്പോൾ സഭയെയാണ് വീണ്ടെടുക്കുന്നത്. The church is delivered at the first phase, whereas at the second phase the tribulation saints. യേശുവിന്റെ പരസ്യവരവിൽ കർത്താവ് വിടുവിക്കുന്നത് മഹാപീഡനകാലത്ത് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെയാണ്. മഹാപീഡനകാലത്ത് മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് അതിവിടെ പറഞ്ഞില്ലെന്ന് മാത്രം. എന്നാൽ മഹാപീഡനകാലത്തെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെ കർത്താവ് തൻ്റെ വരവിന്റെ 2-ാം പാദത്തിൽ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു. പതിനാലാമത്തെ കാര്യം യേശു കർത്താവ് എന്തോ 13 അവരെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് അവരെ നേരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് അതെ, പ്രവേശിപ്പിക്കുക. അവരെ വിടുവിക്കുക. അതെ, അവരെ ദൈവകോപത്തിൽ നിന്നും സാത്താന്യകരങ്ങളിൽ നിന്നും എല്ലാം വിടുവിക്കുകയാണ്. അവരെ വീണ്ടെടുക്കുകയാണ്. അവർക്ക് പൂർണ്ണമായ മോചനവും രക്ഷയിലേക്കുള്ള പ്രവേശനവും നൽകുന്നു. ദൈവരാജ്യത്തിലേക്ക് അവരെ കയറ്റുന്നു, അവരെ പ്രവേശിപ്പിക്കുന്നു. അതാണ് ഡെലിവറി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പതിനാലാമത്തേത്, കർത്താവ് സഭയെ ചേർക്കുവാൻ വരുമ്പോൾ സഹസ്രാബ്ദം തുടങ്ങുന്നില്ല, മില്ലേനിയം ആരംഭിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വരവിന്റെ 2-ാം പാദത്തോടുകൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ രാജ്യം സ്ഥാപിക്കുന്നു. വേറെ 2-3 ഉണ്ട്, അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന സമയം നമ്മുടേത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ഈ ഒടുവിൽ നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണോ? വേണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചതുപോലെ ചിന്തിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവിനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. യോഹന്നാൻ പറയുന്നത് പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആകയാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശയോടെ കഷ്ടതകളെ മറന്ന് അതിലും പ്രത്യാശിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതമുള്ളവരായി ഇന്ന് രാത്രി കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടെ പോകുവാനുള്ള ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. ഈ പഠനവും നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തട്ടെ, നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കട്ടെ. കർത്താവിന്റെ വേലയിലും പ്രയോജനമുള്ളവരായി മുൻപോട്ട് പോകുവാൻ നമ്മെ കർത്താവ് പ്രോത്സാഹിപ്പിക്കട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് സ്തോത്രം.